Kerala and Karnataka. ആമിന ബീവി തന്നാരംഭമേ ആലങ്ങൾക്കാകെ അനുഗ്രഹമേ എല്ലാം തികഞ്ഞൊരു മുത്തല്ലോ സുലോകം വാഴ്ത്തിടും സുമല്ലോ മുത്ത് മുഹമ്മദ് നൂറുള്ള മുസ്തഫ തങ്ങളിൽ സ്വല്ലല്ലാഹ് ആമിന ബീവി തന്നാരംഭമേ ആലങ്ങൾക്കാകെ അനുഗ്രഹമേ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ പ്രചരിപ്പിച്ച ഒരു സമയത്ത് അതിൻ്റെ വിശദീകരണവും അത് ജനങ്ങൾക്ക് അതിനെപ്പറ്റി മനസ്സിലാക്കി കൊടുക്കണം എന്നുള്ള ബഹുമാനപ്പെട്ട മുസ്തഫ അഷ്റഫ് കൊപ്പപ്പടി ബഷീർ കമാൽ ഫൈസി ജില്ലാ പ്രസിഡന്റ് ഇബ്രാഹിം ഫൈസി അടക്കമുള്ള ജില്ലാ നേതാക്കൾ അതുപോലെ തന്നെ ിൻ്റെയൊക്കെ നേതാക്കളെ വഹാബിസം സംസ്ഥാനത്തിൻ്റെ തെക്കേ ഭാഗത്ത് 1926 മുമ്പ് പ്രചരിപ്പിച്ചു കൊണ്ടിരുന്നവർ അവിടെ വിജയിച്ചതിന് ശേഷം വടക്കൻ മലബാറിലേക്ക് വഹാബിസം പ്രചരിപ്പിക്കുവാൻ വേണ്ടി സ്റ്റേജ് കെട്ടി പ്രസംഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ രൂപീകരിച്ചത്. അന്ന് ആ വഹാബിസത്തെ തടുത്തെടുക്കുവാൻ വേണ്ടി ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ കാസർഗോഡ് ജില്ലാ ജനറൽ സെക്രട്ടറി ആലമ്പാടി ഉസ്താദ് നമ്മുടെ ഈ പരിപാടിയിൽ നമുക്കറിയാം, നമുക്ക് ഉറങ്ങുന്നവരായിരുന്നു. നമ്മളെ തട്ടിമുട്ടുവാൻ വേണ്ടി ആദർശത്തിൻ്റെ പേരും പറഞ്ഞ് ഒരുപക്ഷെ ഈ ചുഴലിയാത്തെല്ലാം ഒരു രംഗത്ത് വന്നതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ ആദർശത്തെ പറ്റി നമുക്ക് ഓർമ്മ വന്നതും. അതിനു മുമ്പായി 2 മിനിറ്റ് ഒതുങ്ങി ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി സമസ്ത ജില്ലാ മുഷാവറ വർക്കിംഗ് സെക്രട്ടറി ആദരണീയനായ ചങ്ങല മത്തുള്ള പൈസകളെ ആദരവോടെ ക്ഷണിക്കുന്നു. മജീദ് ബാക്കി സാദിനെ 2 മിനിറ്റ് സംസാരിക്കാൻ വേണ്ടി ബഹുമാന്യനായ മുസ്തഫ അഷ്റഫി കക്കുംപടിക്ക് ഏറ്റവും അടുത്ത ഒരാളുടെ മരണം കാരണം പെട്ടെന്ന് പോകേണ്ടതുകൊണ്ട് നമ്മുടെ പരിപാടികൾ അധ്യക്ഷഭാഷണമൊക്കെ മാറ്റിവെച്ച് ഉദ്ഘാടനം മാത്രം നിർവഹിച്ചുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി വഴിമാറുകയാണ്. അപ്പോഴേകദേശം സദസ്സൊക്കെ ഭംഗിയാവുമെന്ന് വിശ്വസിക്കുന്നു. പുറത്താരം നിൽക്കുന്നവരുണ്ടെങ്കിൽ സദസ്സൻ കടന്നിരുന്നുകൊണ്ട് സദസ്സ് ഭംഗിയാക്കാൻ വേണ്ടി അഭ്യർത്ഥിക്കുന്നു. ഈ മഹത്തായ ആദർശ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആദരണീയനായ ഉപാധ്യക്ഷനും മലബാർ ഇസ്ലാമിക് കോൺഗ്രസിന്റെ ബഹുമാന്യ ജനറൽ സെക്രട്ടറി കണ്ണിത്ത് ഉസ്താദ് ഇസ്ലാമിക് അക്കാദമിയുടെ ആദരണീയ പ്രസിഡന്റുമായ ഈ ഉസ്താദുകളെ ബഹുമാനാദരവോടുകൂടി ക്ഷണിക്കുന്നു. ജനങ്ങൾക്ക് വ്യക്തമാക്കി കൊടുക്കാൻ വേണ്ടിയാണ് സംസ്ഥാനത്തിന് 100ാം ആണ്ടിലേക്ക് അടിച്ചു നിൽക്കുന്ന ഈ അവസരത്തിൽ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും പഴത്തെ പന്തിരിച്ച് നിൽക്കുന്ന ഒരു അവസരമാണ് ഇന്ന്. സമസ്തയുടെ ആദർശം എന്ന് പറയുന്നത് നാമെല്ലാം അറിയുന്നത് പോലെ 1926 ഒരിക്കൽ മുല്ലക്കോയ തങ്ങൾ മുൻകൈയെടുത്ത് രൂപീകരിക്കപ്പെട്ട ഒരു മതസംഘടന. അതേ ഓരോ കാലത്തിൽ വഴുതുപോലെ അത് മുമ്പോട്ട് വന്ന്
അതിൽപ്പെട്ടതാണ് SYC എന്നുള്ളത്. മണ്ഡലം SKSന്റെ പ്രസിഡന്റ് ആകുമ്പോൾ റഷീദ് കൊല്ലൊക്കെ നീലേശ്വരത്ത് ആ വിദ്യാർത്ഥി പഠിക്കുന്ന കാലമാണ്. അങ്ങനെ താഴേക്കടയിൽ പ്രവർത്തിച്ച പറഞ്ഞുകൊണ്ടുവരുന്നത് ഒരുപാട് ത്യാഗം ചെയ്തിട്ടാണ് ബഹുമാനപ്പെട്ട സുന്നതമായിട്ടും ബഹുമാനപ്പെട്ട സമസ്തയും ഇവിടെ ഉണ്ടാക്കാൻ നമ്മൾ അഹോരാത്രം പരിശ്രമിച്ചത്. അത് സൂര്യാത്തിന് വേണ്ടി മറ്റൊക്കെ ഇതുപോലെ തോന്നിവാസം പ്രവർത്തിക്കുന്നവരെ ഇതുപോലെ അഡ്വക്കേറ്റ് എന്ന് പറയുന്നതാണ് വികാരം വിജയം വേണ്ടി അല്ലെങ്കിൽ സന്ദർഭമായിട്ട് സംസാരിക്കാം. അവരവരുടെ പാർട്ടി നശിപ്പിക്കാനാണ് പ്രസംഗിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഓരോരുത്തരും അവരുടെ വിവേകമനുസരിച്ചിട്ടായിരിക്കണം പ്രസംഗിക്കേണ്ടത്. ഇപ്പൊ സുന്നതമാരുടെ ഈ ഉമ്മത്തിന്റെ നേതാവാണ് ബഹുമാനപ്പെട്ട സുന്നികളുടെ ഈ സമുദായത്തിന്റെ നേതാവാണ്. ഈ നേതാക്കന്മാർ ആരംഭങ്ങൾ പറഞ്ഞ പണ്ഡിതന്മാരും ഉമറാക്കളും ഉലമാക്കളും എന്റെ സമുദായത്തിൽ ഉലമാക്കളും ഉമറാക്കളും ഐക്യമായാൽ അവർ നല്ല നിലക്ക് സമുദായം നയിച്ചാൽ എന്റെ സമുദായം രക്ഷപ്പെട്ടു എന്ന് പറയുന്ന ഉലമാവും ഉമറാവുമാണ് അവർ രണ്ടുപേരും. അവർക്ക് വിഷയമുണ്ടാക്കിയതിന്റെ സെക്രട്ടറി ആയിട്ട് പറയാൻ മുസ്ലിം ലീഗിന്റെ വേദി ചോദിക്കാൻ പാടില്ല. അദ്ദേഹത്തിന്റെ മറ്റുള്ള സംഘടനാ വേദിയിൽ പോയിട്ട് അത് പറയണം. മുസ്ലിം ലീഗിന്റെ വേദി ഉപയോഗിക്കരുത്. അത് മുസ്ലിം ലീഗിനാണ് മോശം. അത് ഉത്തരവാദപ്പെട്ട മുസ്ലിം ലീഗിന്റെ കമ്മിറ്റിക്കാർ നേതാക്കന്മാർ വളരെ ഉൾക്കൊള്ളണമെന്ന് വളരെ പ്രസംഗിച്ച് പറയാനാണ് കഴിക്കുകയാണ്. 1994 നമ്മുടെ ബദിയ ഹോട്ടലിന്റെ മുകളിലായിരുന്നു SKSF ഓഫീസ് ഉണ്ടായിരുന്നത്. അന്ന് അബ്ബാസ് വെച്ച് കുത്തുകയാണ് പ്രസിഡന്റ്. അന്ന് അതിന്റെ ജില്ലാ കൗൺസിലറാണ് ഞാൻ. അതിന്റെ സെക്രട്ടറി ആയിട്ട് കാലിപ്പന്റെ കയ്യിലുണ്ട്. എന്താ കാലത്ത് മാസത്തോറും അയക്കുന്ന വരിസംഖ്യ കൊണ്ട് തരണം, ടൈപ്പ്റൈറ്റിങ്ങിന്റെ എടുക്കാനുണ്ട്, ഓഫീസിന് വാടക കൊടുക്കാനുണ്ട്. പൈസ കൊണ്ടല്ല നമ്മളത് പഠിക്കുന്ന സമയം. അല്ലെങ്കിൽ ഉറൂസിന്റെ പേരിൽ 6 മാസത്തെ മുസ്ലിം ലീഗിനെ പറയാനില്ലല്ലോ. അത് മുസ്ലിം ലീഗിനെ പറയാൻ തുടങ്ങിയപ്പോഴാണ് 1989 ചില പ്രത്യേക വേദികളിൽ ഉറൂസിന് പോയാൽ സമസ്തയുടെ പരിപാടിക്ക് പങ്കെടുത്താൽ ചില പ്രത്യേക വ്യക്തികൾ ബഹുമാനപ്പെട്ട പാണക്കാട് സീനിയർമാരെ കുത്തി പറയാനും അതുപോലെ മുസ്ലിം ലീഗ് ആക്ഷേപിക്കാൻ തുടങ്ങിയപ്പോഴാണ് അത് മുതൽ അവർക്ക് നിർദ്ദേശം കൊടുത്തു. അവർക്ക് താക്കീത് നൽകി. നിങ്ങൾ ഉത്തരവാദപ്പെട്ട സമസ്ത ഒരാൾക്കാർ ഉത്തരവാദപ്പെട്ട രീതിയിൽ പോയിട്ട് അവരെ കുറ്റം പറയാൻ പാടില്ല, സമസ്ത രീതിയിൽ ഉപയോഗിക്കാൻ പാടില്ല, മറ്റു രീതിയിൽ ഉപയോഗിക്കാൻ പാടില്ല. വളർന്നില്ലാത്തവരാണ് ബഹുമാനപ്പെട്ട സമസ്തകളെ നമുക്കറിയാം. ഒരു കാലത്ത് വിട്ടുവീഴ്ചയില്ല. ആ രൂപത്തിൽ തന്നെ നമ്മൾ കൈകാര്യം ചെയ്യും. അപ്പോൾ ഞാൻ നേരത്തെ ഒന്നുകൂടി ആവർത്തിച്ച് പറയുന്നത് മുസ്ലിം ലീഗിന്റെ ഉത്തരവാദപ്പെട്ട ഏഴാമാരെ വേണ്ടെന്ന് പറയുന്നതല്ലോ. താമസങ്ങൾ ബന്ധപ്പെട്ടത് മാത്രം പറഞ്ഞുകൊണ്ട് അള്ളാഹു നമ്മുടെ സദസ്സിനെ സ്വീകരിക്കുമാറാവട്ടെ, കബൂലാക്കുമാറാവട്ടെ. നല്ല ഐക്യത്തോടുകൂടെ ഏതെങ്കിലും ഇവിടെയുള്ള ഉമ്മത്തികൾ തമ്മിലുള്ള ഐക്യം ബഹുമാനപ്പെട്ട പാലക്കാട് വിശ്വാസങ്ങളും ബഹുമാനപ്പെട്ട അടങ്ങുന്ന ഉമറാണ് ഒന്നിച്ചിട്ടുള്ള ഐക്യം. ആ ഐക്യത്തിന് മുന്നോട്ട് പോകാൻ അള്ളാഹു നമ്മൾക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നേരത്തെ സലാത്താനെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ ചെറിയ വിളിച്ചു കൂട്ടാറുണ്ട്. മുസ്ലിം ലീഗിനെ ബാബനി മസ്ജിദ് ആർന്നപ്പോ എല്ലാവരും വിളിച്ചു കൂട്ടി. മുസ്ലിം ലീഗിനെ തീരെ പറ്റില്ല എന്ന് പറഞ്ഞ മുസ്ലിം ലീഗിന് സമസ്തക്ക് സുന്നത്തമായിട്ട് കുറഞ്ഞുപോയി, വീര്യം കുറഞ്ഞുപോയി, സംസ്ഥാനമിച്ചു, കണ്ടെത്തു സ്ഥാനം അത്തും വിത്തും ഉപ്പും ചാർത്തൊക്കെ പറഞ്ഞവർ വരെ ആബനി മസ്ജിദ് 82 പറഞ്ഞുകൊണ്ട് വരുന്നത് അന്ന് മുസ്ലിം ലീഗിനെതിരെ പരസ്യമായിട്ട് പറഞ്ഞപ്പോഴാണ് അവർ സംസ്കൃതം പുറത്താക്കിയത്. അത് ശരിയാണ്. മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് മതമുള്ളവർക്കും മതമില്ലാത്തവർക്കും വഹാബിക്കും സുന്നിക്കും എല്ലാവർക്കും പ്രവർത്തിക്കാൻ പറ്റുന്ന മേഖലയാണ്. അത് ബഹുമാനപ്പെട്ട ന്യൂനപക്ഷം പാലക്കാട് സീനിയർമാർ പണ്ടുകാലം മുതലേ നേതൃത്വം കൊണ്ടുവരുന്നു. ന്യൂനപക്ഷത്തിന് ഗവൺമെന്റ് കിട്ടുന്ന എന്തെല്ലാം ആനുകൂല്യങ്ങളുണ്ടോ ആ ആനുകൂല്യങ്ങൾ വാങ്ങാൻ അല്ലാതെ അടയാളമാണോ തീരുമാനിക്കല്ല. മുസ്ലിം വായിലേക്ക് വരുന്ന തുപ്പുനീർ, ആ തുപ്പുനീർ തുപ്പണോ, ആ തുപ്പുനീർ എങ്ങനെ തുപ്പണം, ആ കഫം എങ്ങനെ തുപ്പണം, വലത്തോട്ട് തുപ്പണോ ഇടത്തോട്ട് തുപ്പണോ എന്ന് പോലും പഠിപ്പിച്ചു തന്ന ദീൻ ഇസ്ലാം. ആ ദീൻ ഇസ്ലാമിലല്ലാതെ ഈ അടയാളമാരാക്കുമ്പോ ഇയാളെ ആ സമയത്ത് തന്നെ ഏർപ്പെട്ട വാക്കിലൊക്കെ കൂടിയിരുന്നല്ലോ. അന്ന് നമ്മുടെ നേതാക്കന്മാരൊക്കെ ചോദിച്ചിരുന്നല്ലോ. അപ്പൊ സമൂഹത്തിന് വരുന്ന പൊതു വിഷയത്തിൽ നമ്മളന്ന് ചെയ്ത ത്യാഗമാണ് ഇന്ന് നിങ്ങൾക്ക് അഭിമാനത്തോടുകൂടെ ഇവിടെ വാസ്തവത്തിന് പ്രസ്ഥാനത്തിന് പിന്നിൽ നടക്കാൻ സാധിക്കുന്നത്. ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഈ പാർട്ടിയുടെ അടയാളമാർ ഈ രാജ്യത്തും അടയാളമാർ പറ്റാത്തത് അടയാളമാർ പറയണം. അങ്ങനെ തങ്ങളോട് പറഞ്ഞ് തങ്ങളെ കൊണ്ട് ഉറപ്പിക്കും. ഇതെല്ലാം അടയാളമാർ. നമ്മളെല്ലാം എവിടെയാക്കുന്നത് പറയാൻ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ സ്ഥാനം ഉണ്ടാവാം. നിങ്ങളുടെ സ്വർഗത്തിലും നമുക്ക് വിശ്വാസമില്ല. ആരംഭ നബിതങ്ങൾ അവിടുത്തെ പരിശുദ്ധമാക്കപ്പെട്ട നാടുകൊണ്ട് ഇന്നാലും സ്വർഗത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. സ്വർഗത്തിലാണ്. അല്ലാതെ കാലത്ത് ഒരാൾക്കും സ്വർഗം അവകാശപ്പെടാൻ കഴിയില്ല. ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു തആല
നബിതങ്ങളുടെ സ്വഹാബാക്കളെ കൂടുതൽ അങ്ങേറ്റം ഭക്തനായ സ്വഹാബിയാണ്. ആ സ്വഹാബി വഫാത്തായി കിടക്കുമ്പോ ആരെങ്കിലും നേരെ ചുമ ചുംബിച്ച മഹാനാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ശംസുൽ ഉലമ പുറത്താക്കി. ശംസുൽ ഉലമ കാസർഗോഡ് പ്രസംഗിച്ചത് ലീഗും പ്രസംഗിച്ചത് 89 മുസ്ലിം ലീഗ് സദസ്സിൽ നിന്നും AP ഭാഗത്തിന് പുറത്താക്കിയപ്പോ ബഹുമാനപ്പെട്ട കണ്ണൂർ ഉസ്താദ് വന്നിട്ട് പൂച്ചക്കാടും അതുപോലെ തന്നെ മാലിക്കുന്നതിനാല് ആ കമ്പോളിലൊക്കെ പ്രസംഗിച്ചില്ലേ. അന്നൊക്കെ ഒരുപാട് ത്യാഗം ചെയ്തവരാണ് നമ്മളൊക്കെ. ബഹുമാനപ്പെട്ട സർദാർമാരൊക്കെ മുട്ടയിൽ പ്രസംഗിക്കുമ്പോ ആ സ്റ്റേജ് കൈകാര്യം ഏത് സമ്പാദിച്ചവരാണൊക്കെ. അപ്പൊ നമ്മൾക്ക് സംസ്കരിക്കാൻ പറ്റിയിട്ടില്ല. ഈ സമൂഹത്തിൽ നയിക്കുന്ന ബഹുമാനപ്പെട്ട സംസ്ഥകളിൽ മഹാന്മാരെ സ്മരിക്കുകയും ചെയ്യുന്ന നല്ലൊരു സംവിധാനം. ആ സംവിധാനം താറുമാറാക്കാൻ ഒരു ശക്തിക്കും സാധിക്കുകയായിരുന്നു. ഒരു കാര്യം തീർത്ത് പറയുന്നത്, മുസ്ലിം ലീഗിന്റെ പേരിൽ ഇതുപോലുള്ള സുന്നതമായ പ്രവർത്തകന്മാരെ വേദനിപ്പിക്കുന്ന രീതിയാക്കി മാറ്റാൻ പാടില്ല എന്ന് ഉത്തരവാദിത്ത പ്രവർത്തകന്മാരോടും അവർക്ക് നേതൃത്വം കൊടുക്കുന്ന അതിന്റെ നേതാക്കന്മാരോടും അടിമരവിട്ട് ഈ ബഹുമാനപ്പെട്ട ഈ സംസ്ഥാന സാക്ഷി ഞാൻ ആഗ്രഹിക്കുന്നു. അല്ലാഹു തൗഫീഖ് മാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രസംഗിച്ചതുകൊണ്ട് ഈ വേദി ആരും മുസ്ലിം ലീഗിനെ കാട്ടടച്ച് പറയുന്നില്ലല്ലോ. മുസ്ലിം ലീഗ് വേണം, എന്റെ അഭിപ്രായം അറിഞ്ഞുകൂടാ. പക്ഷേ ആ വേദി മുസ്ലിം ലീഗിനെ പിന്നേക്കാനാവണം, മുസ്ലിം ലീഗിന് വളർച്ച കിട്ടാനാവണം, മുസ്ലിം ലീഗിന് ഉപകാരം കിട്ടാനാവണം, മുസ്ലിം ലീഗിന് വോട്ട് കിട്ടാനാവണം. അല്ലാതെ മുസ്ലിം ലീഗിന്റെ വോട്ട് കുറക്കുന്ന 95% വരുന്ന സുന്നികളെ വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രസംഗമാകരുതെന്ന് വളരെ നമ്മൾക്കറിയാം. നമ്മുടെ ജീവിതകാലത്ത് അല്ലെങ്കിൽ നടന്നു നിൽക്കുന്ന സഹാബാക്കളുടെ കാലത്ത് എങ്ങനെയും ദീനത്തിന്റെ പ്രദേശമാണ് ഇന്ത്യ രാജ്യത്ത്, കേരളത്തിൽ, നമ്മുടെ കാസർഗോഡ് ഭാഗത്തൊക്കെ ബഹുമാനപ്പെട്ട മാലിക് വിദ്യാർത്ഥികൾ സഹാബാക്കപ്പെട്ടവരുടെ അഭിപ്രായമുണ്ടല്ലോ. താപീയങ്ങളാണെന്ന കാര്യത്തിൽ എത്ര വ്യത്യാസമില്ല. അപ്പൊ ഏതായാലും ആ കാലം മുതൽ ഇന്ന് വരെ ഞാൻ സാധാരണ സൂചിപ്പിക്കാറുള്ളതുപോലെ മാലിക് ദിനാർ പള്ളിയിൽ ആ പള്ളി എന്നെടുത്തിട്ടുണ്ടോ, എന്നവർ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടോ അന്ന് മുതൽ അവിടെ അറബിയിലാണ് ഖുത്ബ. ഇമാം ദുആയും മൗമികൾ ആമീൻ പറയുന്ന സ്വഭാവമാണ്. എല്ലാ മുസ്ലിം ലീഗുകളും മുശ്രിക്കാണെന്ന് പറഞ്ഞാൽ ഈ മുശ്രിക്കിന്റെ മാലികൾക്ക് മനസ്സിലായി. മുശ്രിക്ക് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ദോഷം ചെയ്ത് ജീവിച്ച ഒരു വ്യക്തി നാളെ മഹ്ശറിലേക്ക് എത്തി ഹിസാബൊക്കെ കഴിഞ്ഞ് സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ തരം തിരിച്ചാൽ അവന്റെ ദോഷത്തിന്റെ കതിർ കണ്ട് നരകത്തിലിട്ട് അല്ലാഹു തആല ശിക്ഷിച്ചിട്ട് പിന്നെ സ്വർഗത്തിൽ കടക്കുന്ന വിഭാഗമുണ്ട്. അതിനുപോലും പെടാതെ അബൂലഹബിനെ പോലെ കാലാകാലം നരകത്തിൽ മാത്രം ബാക്കിയാവുന്നവരെന്നാണ് ഈ പറഞ്ഞതിന്റെ താല്പര്യം. സുപ്രഭാതത്തിലെ മാധ്യമം പേപ്പറിൽ 2 ആഴ്ച മുമ്പ് ബീരിശ്ശേരി പള്ളിയുടെ ചരിത്രം എഴുതുകയുണ്ടായി. മാധ്യമത്തിലാണ്, സുപ്രഭാതത്തിലല്ല. ആ മാധ്യമത്തിൽ പറഞ്ഞത് 1000 വർഷത്തോളം പഴക്കമാണ് ബീരിശ്ശേരി പള്ളിക്ക്. ആ ബീരിശ്ശേരി പള്ളി ഉണ്ടായ കാരണം അത് പണ്ഡിതന്മാർക്ക് ഭാഗം പറയുന്നത് സാധാരണക്കാരാണ് വേഗം പ്രയോഗിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. 1000 വർഷമായി ആ ബീരിശ്ശേരി പള്ളിയിൽ പ്രാർത്ഥീവും അദ്ദാബും മൗലൂദുകളും പ്രാർത്ഥീവുകളും അറബിയിലുള്ള കുത്തുകയും നിസ്കാരത്തിലുള്ള ആമീൻ ഒരു ആദർശ സമ്മേളനം നടത്താനുണ്ടായ കാരണം ഇവിടെ വന്ന കഴിഞ്ഞുപോയ മുസ്ലിം ഉമ്മത്തിന് 95% വരുന്ന, അതിനേക്കാൾ അപ്പുറം വരുന്ന മുസ്ലിം ഉമ്മത്തിന് ഹത്തീമാരെയും മുദരിസുമാരെയും സീതന്മാരെയും എല്ലാം മുശ്രിക്ക് എന്ന് ഒരു കിറുക്ക് പിടിച്ച ഒരാളുടെ ഒരു പ്രസ്താവനയാണ്. അവരുടെ രാഷ്ട്രീയ വേദികൾ വെച്ചിട്ട് വിദ്യാർത്ഥന്മാർ ആവശ്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അവരൊക്കെ പാലക്കാട് അംഗീകരിക്കുന്നവരാണ്. ഗഡിയാളന്മാർ മക്കളും വിധവകളും കുഴപ്പങ്ങളും ആകമാനം സൃഷ്ടിച്ചു. അന്ന് ബ്രിട്ടീഷിന്റെ അധീനയിലുണ്ടായിരുന്ന കേരളത്തിൽ നിന്നും ഫ്രഞ്ചിന്റെ അധീനയിലുള്ള കൊടുങ്ങല്ലൂരിൽ പോയി അവർ താമസിച്ചു. ഇവിടെ അവരെ പിടിച്ച് അറസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ ഫ്രഞ്ചിന്റെ അധീനയിലുള്ള കൊടുങ്ങല്ലൂർ താമസിക്കുമ്പോഴാണ് മുഹമ്മദ് അബ്ദുൽ വഹാബ് എന്ന് പറയുന്നവൻ സൗദി അറേബ്യ കേന്ദ്രീകരിച്ചിട്ട് വിജയത്തിന്റെ പ്രസ്താവനയുമായിട്ട് ഈ വാദം കടന്നു വരുന്നത് 923 ശേഷമാണ്. 921 മലബാർ ലഹള സാധാരണ പറയാറുണ്ട്. ആ മലബാർ ലഹളക്ക് നേതൃത്വം കൊടുത്തത് ബഹുമാനപ്പെട്ട ചാലിലത്ത് കുഞ്ഞമലാജി എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട കണ്ണത്ത് ഉസ്താദിന്റെയും സംസ്കൃതത്തിന്റെ ഉസ്താദായ കുത്തുബി തങ്ങളുടെ ഉസ്താദായ ബഹുമാനപ്പെട്ട ചാലിലത്ത് കുഞ്ഞമലാജി അവരുടെ ശിഷ്യന്മാരായ രാഷ്ട്രീയ പ്രാസംഗികന്മാരാണ് യഥാർത്ഥത്തിൽ അന്ന് ഇവിടെ മലബാർ ലഹളക്ക് നേതൃത്വം കൊടുത്തത്. എന്ന് പറയുന്ന ബിദ്അത്തിന്റെ ആദ്യത്തെ വക്താവ് വരുന്നത് വരെ
ഇതുപോലെ ഒരു വാദവും ഇനിയുണ്ടായിരുന്നില്ല. സ്വഹാബത്തിന്റെ കാലത്തില്ല, താബിഈങ്ങളുടെ കാലത്തില്ല. ഇത് 8-ാം നൂറ്റാണ്ടിലാകുന്ന ഇബ്നു തൈമിയ്യാണ് ആദ്യമായി ഇതുപോലുള്ള വാദങ്ങളൊക്കെ ഈ സമൂഹത്തിലേക്ക് എത്തിക്കുന്നത്. മാത്രം ശിർക്കും ജീവിച്ചിരിക്കുന്നവരുടെ സഹായം ചോദിക്കാൻ എങ്ങനെ നല്ല കാര്യമാവുന്നത്? എന്താണ് ഇതിൽ ശിർക്കിനെ മനസ്സിലാക്കിയത്? എന്താണ് ഇതിൽ സഹായം മനസ്സിലാക്കിയത്? ഈ പറയുന്ന വ്യക്തി ഏതെങ്കിലും ഒരു വ്യക്തിയോട് എനിക്കിങ്ങനെ സഹായിക്കണമെന്ന് പറഞ്ഞ് ജീവിച്ചിരിക്കുന്ന ഫോറിൻ രാജ്യത്തായിക്കോട്ടെ 50 പേരെയും മക്കത്ത് കാബ ശരീഫിന്റെ അടുക്കൽ 4 ഭാഗത്ത് 4 മദ്ഹബിന്റെ ഇമാമുകൾ ഇമാമെന്ന് നിസ്കരിക്കുന്ന സ്വഭാവമായിരുന്നു മക്കത്തൊക്കെ. 950 ശേഷമാണ് മക്കത്ത് പോലും വഹാബിസം വരുന്നത്. വളരെ ചിന്തിക്കേണ്ട വിഷയമാണ്. ഇവിടെ ആ പുതിയ വാദം മുഹമ്മദ് അബ്ദുൽ വഹാബ് സൗദി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചപ്പോ അവിടെ നിന്ന മാസികകളും മറ്റൊക്കെ ഇവർ ഒളിച്ചു താമസിക്കുന്നതായിട്ട് വിവരിക്കുകയും അത് വായിച്ച് ഒരു പുതിയ വാദവുമായി കുഴപ്പത്തിന് നേതൃത്വം കൊണ്ടുവർ തിരിച്ചു വരുമ്പോ പുതിയ വാദവുമായിട്ട് രംഗത്ത് വന്നു. 25 അവസാനത്തിൽ 26 തുടക്കത്തിൽ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട നേരത്തെ പണ്ഡിതന്മാരും കൂടി സമസ്തക്കാരുടെ ജമ്മിയത്തുമായി രൂപീകരിക്കുന്നത്. ആ രൂപീകരിച്ചതിനാണ് അള്ളാഹുവിന്റെ ദീൻ സുന്നത്ത് ജമാഅത്തുകളെ നിലനിർത്താൻ വേണ്ടി. മക്കളൊക്കെ മക്കളാണ്. ഞാൻ മയ്യിദ് പഠിച്ചുകൊണ്ട് ഇവിടെ പല ബാക്കിയോട് മസ്തല ചോദിച്ചു മുസ്ലിക്കാൻ സമയത്തുണ്ടായ മക്കളെ യഥാർത്ഥ തൊഴിൽ നിക്കാവ് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ ശരിയാകും ഓർമ്മയില്ല. ഞാൻ ചോദിച്ചു ശരിയാകുമെന്ന്. ഇയാള് മുസ്ലിക്കാൻ സമയത്തുണ്ടായ മക്കളാണ്. ആ മക്കളെ ഇയാൾക്ക് യഥാർത്ഥത്തിൽ ഇയാൾക്ക് തൊഴിൽ വർഷത്തിന് ശേഷം ഇയാൾക്ക് നിക്കാവ് കൊടുക്കാൻ പറ്റില്ല. മസ്തല ഓർമ്മയില്ല. സംശയിക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ വാസ്തവത്തിൽ എന്താ അദ്ദേഹം പറഞ്ഞു, എന്റെ ഉമ്മ മരിക്കുന്നതിന് മുമ്പ് പണവും സമ്പാദ്യങ്ങളും ഉദാരമായി കൈക്കൂലി കൊടുത്ത് തൂക്കിക്കരിതായി അറബികളുടെ ഒരു ലഹള സംഘടിപ്പിക്കുകയുണ്ടായി. മനസ്സിലാക്കണം, ആലോചിക്കണം. വഹാബിസം ഉണ്ടാകുന്ന വഹാബിസത്തിന്റെ ഉറവിടത്തിന്റെ പിന്നിൽ അടിഞ്ഞുകൂടിയ ചതിയെ നമ്മൾ മനസ്സിലാക്കണം. ജവഹർലാൽ നെഹ്റു ചരിത്രകാരനാണ്. അദ്ദേഹത്തിന്റെ വിശദീകരിക്കുകയാണ്. ബ്രിട്ടീഷുകാർ അറബ് ദേശീയത വളർത്തി എന്തിനു വേണ്ടി സംഘടിപ്പിക്കുകയുണ്ടായി. അറേബ്യയിലെ ബ്രിട്ടീഷ് ഏജന്റായ ടി.ഇ. ലോറൻസ് ആയിരുന്നു ഈ ലഹളയുടെ പിന്നിലുണ്ടായിരുന്നത്. അങ്ങനെ ടി.ഇ. ലോറൻസിനെ പറഞ്ഞയച്ചിട്ട് അവരെന്ത് ചെയ്തു? ബ്രിട്ടീഷുകാരുടെ പിൻബലത്തോടുകൂടെ വഹാബിസം പ്രചരിപ്പിച്ചു. 2018 മാർച്ചിൽ സൗദി കിരീടാവകാശിയായിരുന്ന മുഹമ്മദ് ബിൻ സൽമാൻ വാഷിംഗ്ടൺ പോസ്റ്റ് നൽകിയ പോസ്റ്റുമായി നടത്തിയ അഭിമുഖത്തിൽ പാശ്ചാത്യ രാജ്യങ്ങളുടെ താല്പര്യപ്രകാരമാണ് വഹാബിസത്തെ ഞങ്ങൾ പ്രചരിപ്പിച്ചത് എന്ന് അദ്ദേഹം തുറന്നു സമ്മതിക്കുന്നത്. ഇന്ത്യയെ കൊള്ളയടിച്ചിട്ടുണ്ട്, കിരാതമായ മർദ്ദനങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്, ഇന്ത്യ മഹാരാജ്യത്തെ വെട്ടിമുറിച്ചിട്ടുണ്ട്. അങ്ങനെ അതിനിഷ്ഠൂരമായ രൂപത്തിൽ ലോകത്തിന്റെ വിവിധ ചിന്തോദ്ദീപകവുമായ ഒരു ടൈറ്റിലിന്റെ കീഴിലാണ് നമ്മൾ സംസാരിക്കുന്നത്. വഹാബിസം അപകടം തന്നെ എന്ന് തെർക്കീൽ പറയുന്നത് ഇൻകാലിന്റെ മക്കാമിലാണല്ലോ. അത് അത്രയും കുഴപ്പമില്ലാന്ന് ആരെങ്കിലോ പറയുന്നുണ്ട്. അപകടം തന്നെയാണ് എന്ന് SOS ജില്ലാ കമ്മിറ്റി വളരെ ചിന്തിച്ചാലോചിച്ചുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ടൈറ്റിൽ ഇവിടെ കൊണ്ടുവന്നത്. അതിന്റെ ഒരു രൂപം മുൻ പ്രഭാഷകരൊക്കെ പറഞ്ഞു. ആ അപകടത്തിന്റെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സമകാലികമായ ചില വിഷയങ്ങളിലേക്ക് കൂടി ശ്രദ്ധ ക്ഷണിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക, ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും ഒരുമ്മ പെറ്റ മക്കളെ പോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന പരിശുദ്ധമായ കലിമത്തു ഷഹാദയിൽ വിശ്വസിച്ച് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ പവിത്രമായ ആദർശ ഡയറീസ് ഓഫ് ഹംഫർ എന്ന പേരിലൊക്കെ പിന്നീട് അത് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഹംഫറിനെ പറഞ്ഞയച്ച് മുസ്ലിമീങ്ങൾക്കിടയിൽ വിരുദ്ധാശയങ്ങൾ കൊണ്ടുവന്ന് ഇസ്ലാമിക വിരുദ്ധമായ ആശയങ്ങൾ പഠിപ്പിച്ച് ഒരു പ്രത്യേകമായ ഭിന്നിപ്പ് ആ സമൂഹത്തിൽ ഉണ്ടാക്കാൻ ബ്രിട്ടീഷുകാർ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവർ ചെയ്തു. ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിന്റെ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററിയിൽ പറയുന്നത് അറേബ്യയിൽ ബ്രിട്ടീഷുകാരുടെ പാശ്ചാത്യ ഏജന്റുമാരുടെ കറുത്ത കൈകൾ ഉണ്ടായിരുന്നു. അപ്പൊ അത് കേരളത്തിലേക്ക് വന്നതോ? അത് മനസ്സിലാക്കണം. സമസ്ത ഉണ്ടാക്കിയത് ഇവിടെ വെറുതെയല്ല. സമസ്തയുടെ കാര്യങ്ങൾ ഇപ്പൊ പോട്ടിപ്പാന്റെ പരിപാടി ഇല്ല. എന്തിനാണ് നമ്മൾ ആ പരിപാടിക്ക് നിൽക്കുന്നത്? നമ്മൾ അല്ലാഹുവിന്റെ ദീനിന്റെ യഥാർത്ഥ വഴിയിലുള്ളവരാണ്. ആ സമീപനങ്ങൾ പഴയ കാലത്ത് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. 1975 മറ്റോ തോന്നുന്നു. എനിക്ക് കൊല്ലം തെറ്റിപ്പോയാൽ പിന്നെ അതൊക്കെ സാധാരണ ഉണ്ടാകുന്ന വിഷയങ്ങളാണ്. അതൊന്നും ഒരു സഭയിൽ മുമ്പ് ചർച്ചാക്കണമെന്നില്ല.
സമസ്ത കേരള ജമിയത്തുൽ ഉലമാനെ വിദേഹത്തിന്റെ കക്ഷികൾ ഒന്നിച്ചിരുന്ന് ചില പ്രശ്നങ്ങൾക്ക് വേണ്ടി ഒന്നിച്ചിരിക്കാൻ വേണ്ടി ക്ഷണിച്ചപ്പോൾ സമസ്ത അതിന് കൊടുത്ത മറുപടി എന്താണ്? ഞങ്ങൾ ആദ്യമായിട്ട് മുസ്ലിമീങ്ങളായിട്ട് നിങ്ങൾ അംഗീകരിക്കണം. ഇപ്പൊ പഴയ ചിന്താഗതി തന്നെ അതാണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതെല്ലാം ഒരേ ആള് എന്നാണ് ശംസുൽ ഉലമ ഹദീസ് വ്യാഖ്യാനിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത്. ആശയകളിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ കാണാം. ഒന്നാണെന്ന് പറഞ്ഞവരുണ്ട്. അവിടെയും നബി തങ്ങൾ ഉപദേശിച്ചു, ഇങ്ങനെ പാടില്ല. അള്ളാന്റെ റഹ്മത്ത് എല്ലാവർക്കും വിശാലത ഉള്ളത്. യുക്തിവാദിയാവുക, അല്ലെങ്കിൽ ഇസ്ലാമിൽ തന്നെ പുറത്താവുക, ഖാദിയാനിയെ മറ്റായി എന്നല്ലാതെ ഇങ്ങോട്ടാരും വന്ന ചരിത്രമില്ല. കാരണം അത് അങ്ങനെയാണ് അതിന്റെ സ്വഭാവം. ഇവര് തുടക്കം മുതൽക്ക് തന്നെ വിദേഹത്തിന്റെ തുടക്കം എവിടെ നിന്നാണ്? ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമ മഹാനവറുകൾ പറയാറുണ്ട്, ഹദീസിന്റെ ആശയങ്ങളിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി പറയുന്ന ഒരുത്തൻ മൂത്രമൊഴിച്ചു, സഹാബത്ത് ശബ്ദമുണ്ടാക്കി. അവിടെ എന്താണ് ഈ വിദേഹത്തുകാര് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആരൊക്കെയാണ് ഇതിലേക്ക് ആകൃഷ്ടരായിക്കൊണ്ടിരിക്കുന്നത്? അവരെ തടഞ്ഞു നിർത്താൻ നമ്മൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഈ വിഷയത്തിൽ നമ്മൾ ബോധവാന്മാരാവുകയും ഈ അപകടം പിടിച്ച ഈ വിദേഹത്തിനെ മഹല്ലത്തിൽ നിന്ന് പുറന്തള്ളുവാൻ അനിവാര്യമായ എല്ലാ നിലയിലുള്ള പ്രവർത്തനം മുതൽ ഉദ്ഘാടനം മുതൽ വിഷയം അവതരിപ്പിച്ച സീതന്മാർ, പണ്ഡിതന്മാർ എല്ലാവർക്കും, പ്രത്യേകിച്ച് പരിപാടിയുമായി സഹകരിച്ച എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി ആശംസിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ ഈ പരിപാടികൾ സഹകരിച്ചവർക്ക് എല്ലാവിധ പ്രാർത്ഥനകളും അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടി അധ്യക്ഷന്റെ അനുമതിയോടെ 3 സലാത്തോടുകൂടി തിരിഞ്ഞത് അറിയിക്കുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് തരാമെന്ന് പറഞ്ഞുള്ള മിമ്പർ നൽകി, തരുളാറ്റൽ അതിൽ കേറി ഖുതുബയിൽ മുഴുകി, പഴയ അനഹൽ കടിപ്പുറം തന്നിൽ പൂകിയ സമയം തൊട്ടിത്ത മരം വിതുമ്പിടുന്നേ, മൂസമ്മീലോർ ചാരി നിന്ന മരത്തടി കരഞ്ഞിടുന്നേ, പൂകിയ സമയം തൊട്ടിത്ത മരം വിതുമ്പിടുന്നേ, മൂസമ്മീലോ ചാരി നിന്ന മരത്തടി കരഞ്ഞിടുന്നേ. ഒരു നാളിൽ മദീനത്തെ മസ്ജിദിൻ പുറത്ത് നിന്ന് ഒരു കൊച്ചു പൈതലിൻ കരച്ചിൽ പോലത കേൾക്കുന്നു. ആമിന ബീവി തന്നാരംഭമേ, ആലങ്ങൾക്കാകെ അനുഗ്രഹമേ, എല്ലാം തികഞ്ഞൊരു മുത്തല്ലോ, സ്വർലോകം വാഴ്ത്തിടും സുമല്ലോ, മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളിൽ സ്വല്ലല്ലാഹ്. ആമിന ബീവി തന്നാരംഭമേ, ആലങ്ങൾക്കാകെ അനുഗ്രഹമേ, ആമിന ബീവി തന്നാരംഭമേ, ആലങ്ങൾക്കാകെ അനുഗ്രഹമേ, എല്ലാം തികഞ്ഞൊരു മുത്തല്ലോ, സ്വർലോകം വാഴ്ത്തിടും സുമല്ലോ, മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളിൽ സ്വല്ലല്ലാഹ്. ആമിന ബീവി തന്നാരംഭമേ, ആലങ്ങൾക്കാകെ അനുഗ്രഹമേ, ആമിന ബീവി തന്നാരംഭമേ, ആലങ്ങൾക്കാകെ അനുഗ്രഹമേ, എല്ലാം തികഞ്ഞൊരു മുത്തല്ലോ, സ്വർലോകം വാഴ്ത്തിടും സുമല്ലോ,
മുസ്തഫ തങ്ങളിൽ സ്വല്ലല്ലാഹ്. ആമിന ബീവി തന്നാരംഭമേ ആലങ്ങൾക്കാകെ അനുഗ്രഹമേ. ആമിന ബീവി തന്നാരംഭമേ ആലങ്ങൾക്കാകെ അനുഗ്രഹമേ. എല്ലാം തികഞ്ഞൊരു മുത്തല്ലോ, സുലോകം വാഴ്ത്തിടും സുമല്ലോ. മുത്ത് മുഹമ്മദ് നൂറുല്ലാഹ് മുസ്തഫ തങ്ങളിൽ സ്വല്ലല്ലാഹ്. ആമിന ബീവി തന്നാരംഭമേ ആലങ്ങൾക്കാകെ അനുഗ്രഹമേ. ആമിന ബീവി തന്നാരംഭമേ ആലങ്ങൾക്കാകെ അനുഗ്രഹമേ. City Gold, Gold and Diamonds, Kerala and Karnataka. Venus Trading and Services, your trusted partner in Qatar. Looking for reliable services in Qatar? Welcome to Venus Trading and Services, your trusted partner near Al Said Bakery in Muntasar, Doha. Let us introduce our range of activities. At Venus Trading and Services, we offer certificates attestation in India and Qatar, legal translation in several languages, police clearance certificates, data flow and prometric, company formation, health card services. Our experienced team ensures smooth and hassle-free processes. Choose Venus Trading and Services as your trusted partner in Qatar. Contact us today, 55488910. Venus Trading and Services, near Al Said Bakery in Muntasar, Doha. Partner with Al Farha Tours and Service. ലക്ഷ്യം മികച്ച ജോലിയാണെങ്കിൽ പഠിക്കാം റൂട്രോണിക്സിന്റെ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ. കേരളത്തിലുടനീളമുള്ള അംഗീകൃത പഠന കേന്ദ്രങ്ങൾ വഴി SSLC, +2, ഡിപ്ലോമ, ഡിഗ്രി പഠനം പൂർത്തിയാക്കിയവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. SC/ST വിദ്യാർത്ഥികൾക്ക് 100% സൗജന്യവും ഒപ്പം മറ്റ് വിഭാഗങ്ങൾക്ക് നിബന്ധനകളോടെ 20% വരെ ഫീസ് ഇളവിലും പഠിക്കാൻ അവസരം. PSC നിയമനങ്ങൾക്ക് യോഗ്യമായ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ കൂടാതെ റൂട്രോണിക്സ് സർട്ടിഫൈഡ് കോഴ്സുകളും തിരഞ്ഞെടുക്കാം. കമ്പ്യൂട്ടർ പരിജ്ഞാനം നേടാം, ജോലി സാധ്യതകൾ കൂടുതൽ ഉറപ്പുള്ളതാക്കാം. കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിലൂടെ സുരക്ഷിതമായ ഭാവിക്ക് ഉറപ്പുള്ള അടിത്തറവാകൂ. വിളിക്കൂ 9072-767-005 or visit www.eduskilling.com. അവധിക്കാലം കഴിഞ്ഞു, വീണ്ടും സ്കൂളിലേക്ക്. കൂട്ടുകാരുമൊത്ത് ആടിത്തിമിർക്കാൻ, പാടിക്കളിക്കാൻ, അറിവിന്റെ ആദ്യാക്ഷരം നുകരാൻ. വീണ്ടും ഒരധ്യയന വർഷം കൂടി. പുതിയ ആളുകൾ, പുതിയ സൗഹൃദങ്ങൾ. സൗഹൃദങ്ങളാണ് നമുക്കെല്ലാം. കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന സൗഹൃദങ്ങളാണ് നമ്മുടെ ശക്തി. പക്ഷേ ലഹരിയുടെ ചതിക്കുഴികൾ ഒരുക്കി കാത്തിരിക്കുന്ന സൗഹൃദങ്ങളുമുണ്ട്. അവരെ തിരിച്ചറിയണ്ടേ? അവരെ ഇല്ലാതാക്കേണ്ടേ? ലഹരിയുടെ ചതിക്കുഴികളിൽ വീഴുന്ന, എരിഞ്ഞടങ്ങുന്ന നമ്മുടെ കുഞ്ഞനുജന്മാരെ, നമ്മുടെ കൂട്ടുകാരെ, അനുജത്തിമാരെ നമുക്ക് രക്ഷിക്കണ്ടേ? വിളിക്കാൻ മടിക്കണ്ട. ഒരു സുഹൃത്തിന്റെ കരുത്തോടെ, ഒരു രക്ഷിതാവിന്റെ വാത്സല്യത്തോടെ, ഒരു അധ്യാപകന്റെ കരുതലോടെ. കേരള എക്സൈസ് എന്നും നിങ്ങളോടൊപ്പം. ഒരു വിളിപ്പാടകലെ. വിളിക്കേണ്ട നമ്പർ 9447178000. 9061-178-000. ടോൾ ഫ്രീ നമ്പർ 14. നീ തരും മോദാര്യം